വളരെ സ്നേഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ സുധിയുടെ മകൻ ഇളയ മകനെ നോക്കുന്നത് എന്ന് പറയാം. അച്ഛൻ പോയതിന് ശേഷം ഋതപ്പനെയും അമ്മയെയും നന്നായി നോക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് മാധ്യമങ്ങളോട് ഉറക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് കിച്ചു. ഇപ്പോഴിതാ രേണു ബിഗ് ബോസിൽ പോയതിന് ശേഷം ഇപ്പോൾ കിച്ചു തന്നെ എത്തി ഋതപ്പൻ്റെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ്. പലരും അത് ഋതപ്പൻ്റെ പിറന്നാളാണെന്ന് പോലും മറന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ അങ്ങനെ താൻ മറക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിച്ചുവിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ കിച്ചു എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് കൃത്യമായി ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ വഴി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ അറിയുന്നത്. ഇപ്പോൾ പ്രേക്ഷകരടുത്ത് പങ്കുവയ്ക്കുന്നത് പോലെ കിച്ചു ഇതാ ഋതപ്പൻ്റെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അത് കാണാനും സാധിക്കുന്നുണ്ട്. ആശംസകൾ അറിയിച്ചെത്തുന്ന ഒരുപാട് പേരുണ്ട്. സുധിയുടെ മരണത്തിന് ശേഷം ഋതപ്പൻ്റെ പിറന്നാളൊന്നും ആഘോഷിക്കപ്പെടാറില്ല എന്നായിരുന്നു എല്ലാവരുടെയും പരാതി. എന്നാൽ ആ പരാതിയെല്ലാം മാറ്റിയിരിക്കുകയാണ്.